യൂഫ്രട്ടീസ് നദീതീരത്തുള്ള അന്ത്യോക്യയിലെ സഭയിൽ യഹൂദരും യഹൂദേതരരും ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 11 അധ്യായം 26 വാക്യം, 13 അധ്യായം 1 വാക്യം. പുതിയ ഒരു സഭയുടെ മാതൃക അന്ത്യോക്യ സഭയായിരുന്നു. ഇവിടെ വെച്ച് വിശ്വാസികൾക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ചു. ഇവിടെ നിന്ന് സുവിശേഷം വ്യാപിച്ചു. അതിൻ്റെ മുഖ്യ വ്യക്തി ബർന്നബാസ് ആയിരുന്നു. അന്ത്യോക്യ സഭയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ യെരുശലേമിലെ പ്രമാണിമാരാണ് ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചത്. തർസൂസുകാരനായ ശൗലിനെ കൊണ്ടുവന്നത് ബർന്നബാസാണ്. യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ വന്ന് ഇവിടെ ശുശ്രൂഷിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 11 അധ്യായം 27 വാക്യം. പത്രോസും യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലരും അന്ത്യോക്യയിലേക്ക് വന്നു. ഗലാത്യലേഖനം 2 അധ്യായം 11-12 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ക്ഷാമകാലത്ത് അന്ത്യോക്യ സഭ യെരുശലേം സഭയെ സഹായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 11:29. ന്യായപ്രമാണത്തെ സംബന്ധിച്ചുണ്ടായ തർക്കത്തിൻ്റെ പരിഹാരത്തിന് അവർ ആശ്രയിച്ചത് യെരുശലേം സഭയെയാണ്. ബർന്നബാസിനെയും ശൗലിനെയും മിഷണറി പ്രവർത്തനത്തിന് പറഞ്ഞയച്ചതാണ് അന്ത്യോക്യ സഭയുടെ ഏറ്റവും വലിയ ഖ്യാതി. ആദ്യ തലമുറയിലെ മിഷണറിമാർ പൗലോസും ബർന്നബാസും മാത്രമായിരുന്നില്ല. പക്ഷേ 12 അപ്പോസ്തലന്മാർ ഉൾപ്പെട്ട അവരുടെ ഗണത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റൊരറിവും നമുക്ക് ലഭിക്കുന്നില്ല. യെരുശലേം മുതൽ ഇല്ലുര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂർത്തിയാക്കിയതായി പൗലോസ് അവകാശപ്പെടുന്നു. റോമാലേഖനം 15 അധ്യായം 19 വാക്യം. ഏഷ്യ മൈനറിലെ ദക്ഷിണ പ്രവിശ്യകളിലും മക്കദോന്യയിലും ഗ്രീസിലും പശ്ചിമേഷ്യയിലും ക്രേത്തയിലും അദ്ദേഹം സ്ഥലം സഭകൾ സ്ഥാപിച്ചു. സ്പെയിനിൽ സഭ സ്ഥാപിച്ചുവോ എന്നറിയില്ല. റോമാലേഖനം 15 അധ്യായം 24 വാക്യം. പട്ടണങ്ങളെ കേന്ദ്രമാക്കിയാണ് സഭകൾ സ്ഥാപിച്ചത്. മിക്കവാറും യഹൂദന്മാരുടെ പള്ളികളായിരുന്നു ആരംഭ ബിന്ദു. ഈ സഭകളുടെ വളർച്ചയ്ക്ക് കുടുംബങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഗ്രീക്കിലെ പഴയ നിയമമായിരുന്നു സഭയുടെ തിരുവെഴുത്ത്. സ്നാനം നൽകിയതാരെന്നോ കർത്തൃമേശയ്ക്ക് മേൽനോട്ടം നൽകിയതാരെന്നോ തിരുവെഴുത്തുകളിൽ കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സഭകൾക്ക് തമ്മിൽ അധികാര സൂചകമായ പരസ്പര ബന്ധവും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനോടല്ലാതെ മറ്റേതെങ്കിലും വ്യക്തിയോടോ സംഘടനയോടോ സഭയ്ക്ക് വിധേയത്വവും ഇല്ലായിരുന്നു. ശുശ്രൂഷകന്മാർക്കോ ഇടയന്മാർക്കോ പ്രാദേശിക സഭയിൽ ഒരു വിശ്വാസിക്കുള്ളതിനേക്കാൾ സഭാപരമായ മറ്റ് ശ്രേഷ്ഠമായ അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സഭാശിക്ഷണത്തിൻ്റെ പൂർണ്ണമായ അധികാരം പ്രാദേശിക സഭയ്ക്കാണ്. അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും സംരക്ഷണ ചുമതല പ്രാദേശിക സഭയ്ക്ക് തന്നെയായിരുന്നു.